ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്തിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമ്മളൊരു നെയിം സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ മോട്ടീഫിനകത്ത് ഡിസൈനൊക്കെ വരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നെയിമിന് വേണ്ടിയിട്ട് ഞാൻ 3 നൂലുണ്ട് എടുക്കുന്നത്. നമ്മൾ സാറ്റിൻ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത് നെയിമിന്. ഏത് സ്റ്റിച്ച് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് സാറ്റിൻ സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആരോ എന്ന് പറഞ്ഞിട്ടുള്ള പേര് എഴുതിയിട്ടുണ്ട്. അതാദ്യം ഞാൻ ആ എ എന്നുള്ള ലൈനിൻ്റെ നേരെയുള്ള ഭാഗം മാത്രം കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പോയി കേട്ടോ. അപ്പോൾ അതിൻ്റെ പകുതിയിൽ വെച്ചിട്ട് നമ്മുടെ എയുടെ സെൻറ്റർ ഭാഗത്തൊരു വര വരുന്നുണ്ടല്ലോ, അവിടെ എത്തുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് നിർത്തുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ ആദ്യം ചെയ്ത് വീണ്ടും തുടങ്ങണേ കേട്ടോ. അപ്പോൾ ഓരോരോ ഭാഗങ്ങൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ ഇത്തിരി കൂടി ഭംഗിയായിരിക്കും. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ തന്നെ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ മാത്രം ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതിൽ പറഞ്ഞു എന്നുള്ളൂ, ഞാൻ ഇതുപോലെയാണ് ചെയ്യണതെന്ന് കേട്ടോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഓരോരോ സാറ്റിൻ സ്റ്റിച്ചായിട്ട് ബ്ലാക്ക് കളർ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. 3 നൂല് വെച്ചിട്ട് അടുപ്പിച്ച് തുന്നിയെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എഴുതിയിട്ട് ചെയ്യാവുന്നതാണ്. അത് നമ്മൾ ട്രേസ് ചെയ്ത് മോട്ടീഫിനകത്ത് വരച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കൂട്ടക്ഷരത്തിൽ വേണമെങ്കിൽ എഴുതാം. നമ്മൾ എങ്ങനെയാണ് എഴുതണത് അതനുസരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അത്രയും നല്ല ഭംഗിയിൽ കിട്ടും. നമ്മൾ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുന്നതും എഴുതണതും അതനുസരിച്ചായിരിക്കും അതിൻ്റെ ഭംഗി വരുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. ഫുള്ളായിട്ട് നമുക്ക് ഇനി ചെയ്യുന്നത് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ എഴുതിയത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള സ്പെല്ലിങ്ങുകളും കറക്റ്റായിട്ട് തുന്നിയെടുക്കാം കേട്ടോ. നമുക്ക് എത്രത്തോളം വീതിയിൽ വേണോ അതനുസരിച്ച് വീതി കൂട്ടാവുന്നതാണ്. അപ്പോൾ ഇത്രയും വീതിയിലാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഫുള്ളായിട്ട് എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.